ഇറാന്റെ ആയുധ ശേഖരം തകർക്കുന്നതിനായി ആക്രമണം 3 ആഴ്ച കൂടി തുടരാൻ തയ്യാറായിരിക്കുകയാണ് ഇസ്രായേൽ. ഇറാനെതിരെയുള്ള സൈനിക നടപടി 3 ആഴ്ച കൂടി തുടരാൻ ഇസ്രായേൽ പദ്ധതിയിടുന്നുണ്ട്. ഇറാന്റെ ആയുധശേഷിയും ബാലിസ്റ്റിക് മിസൈൽ സംവിധാനങ്ങളും തകർക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള വിശദമായ പദ്ധതി തയ്യാറാക്കിയതായി ഇസ്രായേൽ സൈന്യം തിങ്കളാഴ്ച അറിയിച്ചു. ആവശ്യമെങ്കിൽ ആക്രമണം നീട്ടാനും ഇസ്രായേലിന് പദ്ധതിയുണ്ട്. ഇസ്രായേലിനെ ഭീഷണിപ്പെടുത്താനുള്ള ഇറാന്റെ ശേഷി ദുർബലമാക്കുകയാണ് ഈ യുദ്ധത്തിന്റെ പ്രധാന ലക്ഷ്യമെന്ന് സേനാ വക്താവ് ലഫ്റ്റനന്റ് കേണൽ നദവ് ഷഷാനി വ്യക്തമാക്കിയിട്ടുണ്ട്. ആണവ നിലയങ്ങൾ, ബാലിസ്റ്റിക് മിസൈൽ കേന്ദ്രങ്ങൾ, മറ്റ് സുരക്ഷാ സംവിധാനങ്ങൾ എന്നിവയ്ക്കു നേരെ ആക്രമണം നടത്തുന്നത് ഇതിനായാണെന്നും പറഞ്ഞു. 1.10 ലക്ഷം കരുതൽ സൈനികരെ ദൗത്യത്തിനായി വിന്യസിച്ചിട്ടുണ്ട്. മിർകാസി, മഹല്ലത്ത്, ഖോമൈൻ, അറാഖ്, ടെഹ്റാൻ, ഷിറാസ്, തബ്രിസ് എന്നിവിടങ്ങളിൽ ഇസ്രായേൽ ആക്രമണം നടത്തി. ഇസ്രായേൽ നഗരങ്ങളായ ടെൽ അവീവ്, ജെറുസലേം എന്നിവ ലക്ഷ്യമാക്കി ഇറാൻ മിസൈലുകൾ തൊടുത്തു. ജെറുസലേമിലെ വിശുദ്ധ സ്ഥലമായ ടെമ്പിൾ മൗണ്ടിന് സമീപം മിസൈൽ അവശിഷ്ടങ്ങൾ പതിച്ചതായി ഇസ്രായേൽ പോലീസ് സ്ഥിരീകരിക്കുകയും ചെയ്തു. ആകാശത്തു വെച്ച് തകർത്ത മിസൈലിന്റെ ഭാഗങ്ങളാണ് ഇവിടെ വീണത്. കൂടാതെ അബുദാബിയിലെയും ബഹ്റൈനിലെയും US സൈനിക താവളങ്ങൾക്ക് നേരെയും ആക്രമണമുണ്ടായതായി റിപ്പോർട്ടുകളുമുണ്ട്. മേഖലയിലെ സംഘർഷം കണക്കിലെടുത്ത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ ചൈന യാത്ര മാറ്റിവെച്ചേക്കും. ഹോർമുസ് കടലിടുക്ക് തുറക്കാൻ ചൈന സഹായിക്കുമെന്ന് കരുതുന്നതായി ട്രംപ് പ്രതികരിക്കുകയും ചെയ്തു. അതേസമയം ഹോർമുസിലേക്ക് നാവികസേനയെ അയക്കില്ലെന്ന് ജപ്പാൻ, ഓസ്ട്രേലിയ, ബ്രിട്ടൻ, ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തു. എന്നാൽ UAEയുടെ സുരക്ഷയ്ക്കായി നിരീക്ഷണ വിമാനങ്ങളും മിസൈലുകളും അയക്കാൻ ഓസ്ട്രേലിയ തയ്യാറായേക്കും. ചെങ്കടലിലെ നാവിക ദൗത്യം ഹോർമുസിലേക്ക് വ്യാപിക്കുന്നതിനെ ചൊല്ലി യൂറോപ്യൻ രാജ്യങ്ങൾക്കിടയിൽ ഭിന്നത നിലനിൽക്കുന്നുണ്ട്. ജർമ്മനിയും ഇറ്റലിയും അടക്കമുള്ള രാജ്യങ്ങൾ ഈ നീക്കത്തെ എതിർത്തിരുന്നു. അതേസമയം മിഡിൽ ഈസ്റ്റിലെ US സൈനിക സാന്നിധ്യം സുരക്ഷ നൽകുന്നില്ലെന്ന് ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാക്കർ ഖാലിഫാഫ് സ്റ്റേറ്റ് TVയോട് പറഞ്ഞു. പ്രാദേശിക സുരക്ഷ പ്രാദേശിക രാജ്യങ്ങൾ സ്ഥാപിക്കേണ്ടതുണ്ടെന്നും ചൂണ്ടിക്കാട്ടി. മധ്യപൂർവ്വദേശത്തിന്റെ മുഖച്ഛായ മാറും, പക്ഷേ US പദ്ധതികൾക്കനുസരിച്ചല്ല. മേഖലയിലെ ഇസ്ലാമിക രാജ്യങ്ങളായ ഞങ്ങൾ സാമ്പത്തിക സുരക്ഷാ തലങ്ങളിൽ പ്രാദേശിക ക്രമവും സുരക്ഷയും സ്ഥാപിക്കുമെന്നും ഖാലിബാഫ് പറഞ്ഞു. US സൈന്യം മേഖല വിടേണ്ടതുണ്ടെന്നും കൂട്ടിച്ചേർത്തു. മാത്രമല്ല, കഴിഞ്ഞ 2 മണിക്കൂറിനുള്ളിൽ ബെയ്റൂട്ടിന്റെ തെക്കൻ പ്രാന്ത പ്രദേശങ്ങളിൽ 2 വലിയ വ്യോമാക്രമണങ്ങൾ നടന്നു. നിർബന്ധിത കുടിയിറക്ക ഭീഷണി നേരിടുന്ന ദാഹിയെ അവർ ആക്രമിച്ചു. കുടിയിറക്കപ്പെട്ട 1 ദശലക്ഷത്തിലധികം ആളുകളിൽ ചിലർ താമസിക്കുന്ന സ്ഥലമാണിത്. അതിന് 1 മണിക്കൂർ മുൻപ് തലസ്ഥാനത്തിന് തൊട്ടു തെക്കുള്ള പ്രദേശമായ ആരാമൗണിൽ ഒരു പണിമുടക്കുണ്ടായിരുന്നു. അത് ഒഴിപ്പിക്കൽ ഉത്തരവിന് വിധേയമായിരുന്നു. ഇത് മറ്റൊരു ലക്ഷ്യം വെച്ചുള്ള വധശ്രമമാണെന്ന് തോന്നുന്നു. ഒരു റെസിഡൻഷ്യൽ കെട്ടിടത്തിന്റെ 1 നില മാത്രമേ അത് നശിപ്പിച്ചുള്ളൂ. ലക്ഷ്യം ആരാണെന്ന് ഞങ്ങൾക്കറിയില്ല. പക്ഷേ ആ ആക്രമണത്തിൽ ഒരു എത്യോപ്യൻ സ്ത്രീക്ക് പരിക്കേറ്റതായി ആരോഗ്യ മന്ത്രാലയത്തിൽ നിന്നും അപ്ഡേറ്റ് ലഭിച്ചു. ലെബനനിലെ വലിയൊരു കൂട്ടം കുടിയേറ്റ ഗാർഹിക തൊഴിലാളികളുടെ അവരിൽ പലരും എത്യോപ്യയിൽ നിന്നുള്ളവരാണ്. അവരും അവർ ജോലി ചെയ്യുന്ന കുടുംബങ്ങളും നാടുകടത്തപ്പെട്ടവരാണ്. ആ സ്ത്രീയാണ് സമരത്തിന്റെ ലക്ഷ്യമെന്ന് കരുതാനാവില്ല. പക്ഷേ പ്രിസിഷൻ സ്ട്രൈക്കുകൾ എന്ന് വിളിക്കപ്പെടുന്നവർ മറ്റ് നിരവധി ആളുകളിൽ ചെലുത്തുന്ന സ്വാധീനത്തെക്കുറിച്ചും ഇത് ചില സൂചനകൾ നൽകുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.